മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം എടുക്കാം. 5-ാമത്തെ വാക്യമാണ്. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ചവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് ഈശോ അവനോട് പറഞ്ഞു, മേലാണ്ട് നിൽക്കുന്ന ആളോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ആ 3 കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടാവോ? കൈ നീട്ടുക, അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. നല്ലപോലെ ഇത് മനസ്സിലാക്കണേ. ഈശോ പറഞ്ഞു, നീ കൈ നീട്ട്. അവൻ കൈ കെട്ടിയിരുന്നില്ല. അവൻ അയ്യോ ഇപ്പൊ കൈ എങ്ങനെ നീട്ടുന്നേ എന്നൊന്നും ആലോചിച്ചുകൊണ്ടിരുന്നില്ല. കൈ നീട്ടാൻ കർത്താവ് പറഞ്ഞപ്പോൾ അവൻ കൈ നീട്ടി. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഹി ഒബെയ്ഡ്, അവൻ അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ കരം, കൈ സൗഖ്യപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെടണമെങ്കിലുള്ള 1-ാമത്തെ കാര്യം ഇതാണ്. കർത്താവ് പറയുമ്പോൾ ഒരു സംശയം കൂടാതെ അനുസരിക്കുക. വചനം, കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുക, സൗഖ്യപ്പെടും. കൈ നീട്ടാൻ പറഞ്ഞു, കൈ നീട്ടി, സൗഖ്യപ്പെട്ടു. നമ്മളോട് ആളുകളൊക്കെ പറഞ്ഞു, നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു, മോളെ ഇത് ശരിയല്ലടാ, ഇത് തിരുത്ത്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കർത്താവിൻ്റെ വാക്ക് സംസാരിക്കുന്നവർ അത് പറയുമ്പോൾ അത് കേട്ട് അനുസരിക്കണം. അനുസരണത്തിൻ്റെ പിന്നാലെ അനുഗ്രഹം ഒരു കുത്തൊഴുക്ക് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകാൻ വഴിമുട്ടി നിൽക്കുകയാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തിങ് ടു ഡു, ഈശോ പറയുന്നതനുസരിച്ച് വചനം വായിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്ന പോലെ ചെയ്തേ, അനുഗ്രഹമായിട്ട് മാറുന്നേ. 28-ാമത്തെ അധ്യായത്തിൽ നിയമാവർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. ടോപ്പ് ലെവലിൽ എത്തിക്കുന്ന പറഞ്ഞു. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? കൂടുതൽ ഓടിയാൽ, കൂടുതൽ ചാടിയാൽ, കൂടുതൽ അധ്വാനിച്ചാൽ ആണോ? അല്ല. നീ കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ ലോകത്തിലെ മറ്റെല്ലാ ജനതയെക്കാൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാവോ? നീ പഠിക്കുന്നിടത്ത്, നീ താമസിക്കുന്ന ഹോസ്റ്റലിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ, നീ ആയിരിക്കുന്ന ദേശത്ത് കർത്താവ് മറ്റെല്ലാവരെക്കാട്ടും കൂടുതൽ നിന്നെ സ്നേഹിക്കും, അനുഗ്രഹിക്കും, ഉന്നതനാക്കും, നിന്നെ ഉയർത്തും. ഒറ്റ കാര്യത്തിൽ, only one condition, നീ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ അനുഗ്രഹമാക്കി മാറ്റും.